ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അയിലമീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയ സാധനങ്ങൾ: ഒരു 10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഒക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ തേങ്ങയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാല് പിഴിഞ്ഞെടുക്കാം. ആദ്യത്തെ പാലെല്ലാം അവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഇനി മീനിലേക്ക് നമുക്ക് ഇഞ്ചിയും ഒരു 5 ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടിത്തിരുമ്മി യോജിപ്പിക്കുക. അതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. മസാലയൊക്കെ അതിൽ പിടിക്കാനാണ്, മുളകും ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കാൻ ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ ബാക്കിയുള്ള തേങ്ങ മിക്സിയിൽ അരച്ചതിൻ്റെ എല്ലാ പാലും പിഴിഞ്ഞെടുക്കാം. ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാ പാലും അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ആ രണ്ടാമത് അടിച്ച തേങ്ങയിൽ നിന്ന് എല്ലാ പാലും പിഴിഞ്ഞ് ആ മീനിലേക്ക് ഒഴിക്കാം. പെരിഞ്ജീരകം എല്ലാവരും ചേർക്കണം എന്നില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവിടെ തൃശ്ശൂരൊക്കെ കറി വയ്ക്കുമ്പോൾ അങ്ങനെ ചേർക്കും. ചിലവർക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വയ്ക്കാം. ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി അത് തിളച്ച് വരുമ്പോൾ മാത്രം പുളിവെള്ളം ഇട്ടാൽ മതി. ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. പുളി 2-3 പീസുകളാക്കി, 2 കഷ്ണം പുളിയാണ്, അത് പീസുകളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ചട്ടി ഒന്ന് എടുത്തിങ്ങനെ മെല്ലെ ഒന്ന് കറക്കിയാലും മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ മസാലയൊക്കെ എത്തിക്കോളും. തുടക്കത്തിലാകുമ്പോൾ മീൻ ഉടയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ, മീൻ വെന്ത് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഒരു 5-6 ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.